നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നന്നായി കഴുകിയെടുത്ത 1 കിലോ ബീഫിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സവോള, ഗാർലിക്ക്, ജിഞ്ചർ ഇത്രയും കാര്യങ്ങൾ ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്യുക. ഞാനിത് കുക്ക് ചെയ്യാനായി ഒരു കുക്കറിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി നല്ല എരിവ് വേണ്ടവർ അതനുസരിച്ച് കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളം കൂടെ ചേർത്ത് ആഡ് ചെയ്ത ശേഷം 1 അല്ലെങ്കിൽ 2 വിസിൽ അടിച്ച ശേഷം കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. അതവിടെ വേകാനായി മാറ്റി വെക്കുക. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കടുക് അതിലിട്ട് പൊട്ടിച്ച ശേഷം അതിൽ കുറച്ച് സവോളയും കൂടി ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഒനിയൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീ നന്നായി കുറച്ചിടുക, നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കറി ലീവ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി അത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് നന്നായി പൊടിച്ചത്, കുറച്ച് മസാല, ഇവയെല്ലാം ഈ സവോള ഫ്രൈ ആകാൻ വെച്ചിരിക്കുന്ന ഓയിലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ലിവറിൽ നല്ല രീതിയിൽ വെള്ളവും കാണും. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത ശേഷം നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ച് മൂടി ചെറിയ തീയിൽ അതിനെ വെള്ളം കുറയാനായി ചെറിയ തീയിൽ അത് അടച്ച് വെച്ച് വൈറ്റ് കുക്ക് ചെയ്യേണ്ടതാണ്. ഇടയ്ക്ക് നമ്മൾ നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കുവാൻ വേണ്ടി ഓർക്കണം. അത് നമുക്ക് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇളക്കി കുക്ക് ചെയ്താൽ നമുക്ക് അതിലുള്ള വെള്ളം മാറ്റി നല്ല ഡ്രൈ ആയി എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് എരിവില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ല ഡ്രൈ ആക്കി നമുക്ക് ലിവർ ഫ്രൈ ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ലിവർ ഫ്രൈ കൂട്ടി കപ്പ വേവിച്ചതുണ്ടെങ്കിൽ അത് കഴിക്കാനും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഇങ്ങനെ ലിവർ ഫ്രൈ ഉണ്ടാക്കി കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്.